ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച MBBS വിദ്യാർത്ഥിയായ ആയുഷ് ഷാജിക്ക് കണ്ണീരോടുകൂടി വിട നൽകി നാട്. കാവാലം കൃഷ്ണപുരം നെല്ലൂരിലെ വീട്ടുവളപ്പിലാണ് രാവിലെ ആയുഷിന്റെ സംസ്കാരം നടന്നത്. നാട് ഉറങ്ങുകയാണ്. കണ്ണീരിലാണ്ടിരിക്കുന്ന ഒരു നാട്. എന്താണ് ഇതിന് പറയേണ്ടത് എന്നറിയില്ല. പിതാവ് ഷാജിയുടെ കാവാലം നെല്ലൂരിലെ കുടുംബ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. മുത്തശ്ശനെയും മുത്തശ്ശിയെയും സംസ്കരിച്ചതിന് സമീപം തന്നെയായിരുന്നു ആയുഷിനും ചിതയൊരുക്കിയത്. അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും കണ്ണീർ കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്ന് ജനങ്ങൾ. ആശ്വസിപ്പിക്കാൻ എത്തിയവർ വാക്കുകളില്ലാതെ തൊണ്ടയിടറി. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആയുഷിന്റെ കൂട്ടുകാരും അധ്യാപകരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സംസ്കാര ചടങ്ങിനെത്തി. സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി ആയുഷ് യാത്രയാകുമ്പോൾ ഒരു നാട് മുഴുവൻ കണ്ണീരണിയുന്ന കാഴ്ചയാണ് കാവാലത്ത് കണ്ടത്. കുട്ടനാട്ടിലെ സാധാരണ കുടുംബത്തിൽ വളർന്ന ആയുഷ് MBBS പഠനത്തിന് ശേഷം കേരളത്തിൽ തന്നെ ജോലി ചെയ്യാനാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തിൽ കൂട്ടുകാരായ മറ്റു 4 പേർക്കൊപ്പം ആയുഷും മരണത്തെ പുൽകി. രാവിലെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് മുതൽ ഉള്ളുനീറുന്ന കാഴ്ചകളാണ് വീട്ടിലുണ്ടായിരുന്നത്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും നാട്ടുകാരും പിന്നിപ്പൊട്ടി. നൂറുകണക്കിന് പേരാണ് വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. തുടർന്ന് കുടുംബാംഗങ്ങളെല്ലാം ആയുഷിന് അന്ത്യചുംബനം നൽകി. അപകടത്തിൽ മരിച്ച മലപ്പുറം സ്വദേശി ദേവാനന്ദന്റെ സംസ്കാരം കോട്ടയം മറ്റക്കരയിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 നടക്കും. തിങ്കളാഴ്ച രാത്രിയാണ് ആലപ്പുഴ കളർകോട് MBBS വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. 5 പേർ സ്പോട്ടിൽ മരിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന എടത്വ സ്വദേശി ആൽവിൻ ജോർജിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷം കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ചാണ് എറണാകുളത്തേക്ക് മാറ്റിയത്. ആലപ്പുഴ കളർകോട് 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ എടുത്ത കാറും KSRTC ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ ഓടിച്ച വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. വാഹനം ഓടിച്ച വിദ്യാർത്ഥിക്ക് ലൈസൻസ് കിട്ടിയിട്ട് 5 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും നടപടി. അതേസമയം സംഭവത്തിൽ KSRTC ഡ്രൈവറെ പ്രതി ചേർത്താണ് FIR ഇട്ടിരിക്കുന്നത്. ആദ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവറെയും FIRൽ പ്രതി ചേർത്തത്. കൂടുതൽ അന്വേഷണം നടക്കുമ്പോൾ ഒരുപക്ഷേ ഇതിൽ മാറ്റം വന്നേക്കും. ആരും മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല. വണ്ടാനം മെഡിക്കൽ കോളേജ് പരിസരത്ത് വേദന തിങ്ങുന്ന നിശബ്ദത. ചൊവ്വാഴ്ച ഇടയ്ക്കിടെ അടക്കിപ്പിടിച്ച തേങ്ങലുകൾ മാത്രം. തിങ്കളാഴ്ച രാത്രി കളർകോട്ട് വാഹനാപകടത്തിൽപ്പെട്ട മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ 5 പേരുടെയും മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയായിരുന്നു കൂട്ടുകാരും അധ്യാപകരും. ആദ്യം എത്തിച്ചത് ആയുഷിന്റെ മൃതദേഹം, പിന്നാലെ ദേവനന്ദൻ, ശ്രീദീപ്, മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ, ഒടുവിൽ മുഹമ്മദ് ഇബ്രാഹിം. അതോടെ ക്യാമ്പസ് കണ്ണീർ കടലായി. ദേവനന്ദന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അച്ഛൻ ബിനിരാജും അമ്മ രഞ്ജിമോളും. മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഇരട്ട സഹോദരനും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയുമായ മീഷാൽ അബ്ദുൽ ജബ്ബാറും എത്തി. മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കളാണ് ഏറ്റുവാങ്ങിയത്. തിങ്കളാഴ്ച പരീക്ഷ കഴിഞ്ഞ് 9:45 സിനിമയ്ക്ക് പുറപ്പെട്ടതായിരുന്നു അപകടത്തിൽപ്പെട്ട സംഘം. പാലക്കാട് ശേഖരീപുരം കാവ് സ്ട്രീറ്റ് ശ്രീവിഹാറിൽ ശ്രീദീപ് വത്സൻ 19-കാരൻ. മലപ്പുറം കോട്ടയ്ക്കൽ ചീനംപുത്തൂർ ശ്രീ വൈഷ്ണവത്തിൽ B ദേവനന്ദൻ 19-കാരൻ. കണ്ണൂർ വേങ്ങര മാടായിമുട്ടം പണ്ഡ്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ 19-കാരൻ. ലക്ഷദ്വീപ് ആന്ത്രോത്ത് ദ്വീപ് പാക്രീച്ചിര വീട്ടിൽ മുഹമ്മദ് ഇബ്രാഹിം 19-കാരൻ. ആലപ്പുഴ കവാലം നെല്ലൂർ ആയുഷ് ഷാജി 19-കാരൻ. ഇത്രയും പേരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 6 പേരിൽ 5 പേർ ചികിത്സയിലാണ്. മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം കൊച്ചിയിലേക്കും ദേവനന്ദന്റെ മൃതദേഹം കോട്ടയം പാല മറ്റക്കരയിലുള്ള അച്ഛന്റെ കുടുംബ വീട്ടിലേക്കും മറ്റുള്ളവരെ സ്വദേശത്തേക്കുമാണ് കൊണ്ടുപോയത്. ആയുഷും ശ്രീദീപും ദേവനന്ദനും മുഹമ്മദ് അബ്ദുൽ ജബ്ബാറും മുഹമ്മദ് ഇബ്രാഹിമും ഒരുമിച്ചാണ് കോളേജിൽ എത്തിയിരുന്നത്. അനാട്ടമി ലെക്ചർ ക്ലാസ്സുകളിലാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടാറുള്ളത്. ബാച്ചിൽ 175 പേരാണുള്ളത്. അതുകൊണ്ട് അനാട്ടമി ടേബിളിൽ എത്തുമ്പോൾ കൂടുന്നവരുമായിട്ടാണ് അടുത്ത സൗഹൃദം. അങ്ങനെയാണ് അവർ ടേബിൾ മേറ്റ്സ് ആയത്. അങ്ങനെ അവർ അടുത്ത കൂട്ടുകാരായി. തിങ്കളാഴ്ച ടേബിൾ ടെസ്റ്റ് കഴിഞ്ഞ് ക്ലാസ് പിരിഞ്ഞതായിരുന്നു. പരീക്ഷയുടെ ഞെരുക്കം മാറ്റുന്നതിന് വേണ്ടിയാണ് സിനിമ കാണാൻ തീരുമാനിച്ചത്. രാത്രി വൈകിയുള്ള ഷോയ്ക്ക് പോകാൻ പല കൂട്ടുകാരും തയ്യാറായെങ്കിലും പലരുടെയും മാതാപിതാക്കൾ വിലക്കി. ഒടുവിൽ 13 പേർ സിനിമയ്ക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ബസ്സിന് പോയി വരുമ്പോഴേക്കും വൈകും എന്ന കാരണം കൊണ്ടാണ് കാറിന് പോകാമെന്ന് വിചാരിച്ചത്.
അപകടത്തിൽപ്പെട്ടവർ മരിച്ചു, 5 പേര് മരിച്ചു. മറ്റ് 4 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഒരാൾ അപകടനില ഇനിയും തരണം ചെയ്തിട്ടില്ല. പക്ഷെ അതിലേറെ വേദനിപ്പിക്കുന്ന മറ്റൊരു ചിത്രമുണ്ട് നമുക്ക്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന 11ാമൻ മുറി പൂട്ടി മുറിക്കകത്തിരിക്കുന്നു. മുറിയിൽ നിന്നും പുറത്തു വരുന്നില്ല. അവരനുഭവിക്കുന്ന വേദനകൾ. കേരളത്തിൽ ഇന്നലെ കണ്ണീർ ദിവസമായിരുന്നു. കളർകോടുണ്ടായ വാഹനാപകടത്തിൽ നമുക്ക് നഷ്ടമായത് 5 മെഡിക്കൽ വിദ്യാർത്ഥികളെ, അവരുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷകളെ. 4 കാരണങ്ങളാണ് അപകടത്തിനിടയാക്കിയതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ ആലപ്പുഴ RTO പറയുന്നു. മഴ കാരണം റോഡിലുണ്ടായ വെള്ളത്തിന്റെ സാന്നിധ്യം, വെളിച്ചക്കുറവ്, ഡ്രൈവറുടെ പരിചയക്കുറവ്, വാഹനത്തിന്റെ കാലപ്പഴക്കം. 7 പേർ കയറേണ്ട വാഹനത്തിൽ 11 പേർ യാത്ര ചെയ്തു. വാഹനം ഓടിച്ചയാൾക്ക് ലൈസൻസ് ലഭിച്ചിട്ട് 5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. വാഹനം റോഡിൽ നിന്ന് തെന്നിയതോടെ ഡ്രൈവർ 5 മാസമാണോ 5 ദിവസമാണോ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. 14 വർഷം പഴക്കമുള്ള വാഹനത്തിൽ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളായ ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നിവയില്ലായിരുന്നു. അതുകൊണ്ടാണ് വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ തെന്നി നീങ്ങി നിയന്ത്രണം നഷ്ടമായത്. KSRTC ഡ്രൈവറെ പ്രതി ചേർത്താണ് ഇപ്പോൾ FIR തയ്യാറാക്കിയിരിക്കുന്നത്. വിശദമായ അന്വേഷണത്തിൽ ഒരുപക്ഷെ KSRTC ഡ്രൈവറെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പോലീസ് പറയുന്നു. അപകടത്തിൽ മരിച്ച ലക്ഷദ്വീപിലെ മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം കൊച്ചി ടൗൺ ജുമാ മസ്ജിദിൽ കബറടക്കി. ആയുഷ് ഷാജിയുടെ മൃതദേഹം കാവാലത്തെ വീട്ടിലെത്തിച്ചു. ശ്രീദീപ് ബൽസിന്റെ മൃതദേഹം പാലക്കാട്ടേക്ക്. മുഹമ്മദ് അബ്ദുൾ ജബാറിന്റെ മൃതദേഹം കണ്ണൂർ മാട്ടൂരിൽ കബറടക്കി. ദേവനന്ദന്റെ മൃതദേഹം കോട്ടയം മറ്റക്കരയിലെ കുടുംബ വീട്ടിലെത്തിച്ചു. കാറിലിരുന്ന 11 പേരിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് അവൻ മാത്രം, ഷെയ്ൻ എന്ന വിദ്യാർത്ഥി. അപകടത്തിൽ ഒരു പരിക്കുമില്ലാതെ അത്ഭുതകരമായി അവൻ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഡെയിൻ ഡെസ്റ്റൺ മാത്രമാണ് ഇന്നലെ അപകടത്തിൽ ഒരുവിധ പരിക്കുമേൽക്കാതെ രക്ഷപ്പെട്ടത്. ദുരന്ത സ്ഥലത്തേക്ക് തടിച്ചുകൂടിയ രക്ഷാപ്രവർത്തകർക്കും ഷെയ്ൻ ആ കാറിൽ യാത്ര ചെയ്തിരുന്നുവെന്ന് മനസ്സിലായില്ല. ഗുരുതരമായി പരിക്കേറ്റവരെയും ചലനമറ്റവരെയും ഒക്കെ ആംബുലൻസിലേക്ക് കയറ്റി ആശുപത്രികളിലേക്കുള്ള നെട്ടോട്ട ായിരുന്നു രക്ഷാപ്രവർത്തകർ. പരിക്കേറ്റവരെയും മരിച്ചവരെയുമായി ആംബുലൻസുകളൊക്കെ ആശുപത്രിയിലേക്ക് തിരിച്ചു. ഓടിക്കൂടിയ രക്ഷാപ്രവർത്തകരും പല വഴിക്കായി തിരിഞ്ഞു. അപ്പോൾ ആ അപകടം നടന്ന വാഹനത്തിന്റെ അരികിൽ ഒറ്റയ്ക്കായി ഷെയ്ൻ. അതുവഴി വന്ന ഒരു വാഹനത്തിന് കൈകാട്ടി തിരികെ ഹോസ്റ്റലിലെത്തി. എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ. തൊട്ടുമുന്നിൽ ഹോസ്റ്റൽ മുറിയിൽ കയറി കതകടച്ചു കുറ്റിയിട്ടു. 10 പേർ മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നായിരുന്നു ആദ്യം പോലീസ് രേഖപ്പെടുത്തിയത്. എന്നാൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയോട് മൊഴിയെടുത്തപ്പോൾ അവനോടൊപ്പം യാത്ര ചെയ്ത, അവനോടൊപ്പം ഇന്നലെ വരെ ഭക്ഷണം കഴിക്കുകയും പഠിക്കാനിരിക്കുകയും തമാശ പറയുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇപ്പോൾ പലരും മരിച്ചു, പലരും മരണത്തോട് മല്ലിടുന്നു. അതിലൊരാൾക്ക് എങ്ങനെയാണ് ഈ ക്രൗഡിനെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നത്? ഇന്നലെ വരെ തോളിൽ കൈയിട്ട് നടന്ന കൂട്ടുകാരൻ, സഹപാഠി, അവനിപ്പോൾ നെഞ്ചിൽ പൂക്കളും വെച്ച് കിടക്കുന്നു. എങ്ങനെയാണ് അവന് സഹിക്കാൻ സാധിക്കുന്നത്? മുറിയിൽ കയറി ഒന്ന് ഒറ്റയ്ക്കിരുന്ന് കരയെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കാണും. ഒന്നാമത് മാധ്യമങ്ങൾ അവനെ പൊതിയുന്നുണ്ടാകും. അതിൽ നിന്നും ഒരു രക്ഷ വേണ്ടപ്പെട്ടവരുടെ കണ്ണീർ കടൽ താങ്ങാൻ സാധിക്കാതെ അതുകൊണ്ടായിരിക്കും. ഷെയ്ൻ കൂടി വാഹനത്തിലുണ്ടായിരുന്നു എന്നവൻ മൊഴി കൊടുത്തു. പിന്നെ ഷെയ്ന് വേണ്ടിയുള്ള അന്വേഷണത്തിലായി എല്ലാവരും. ഷെയ്നെ കാണാനില്ല. ഒടുവിൽ ഹോസ്റ്റലിലുണ്ട് അവനെന്ന് കണ്ടെത്തിയതോടെ സുഹൃത്തുക്കൾ അവിടെ എത്തി. അപ്പോൾ ഒന്നും സംസാരിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു ഷെയ്ൻ. ഉടൻ തന്നെ അവനെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ. മാനസികാഘാതം ശരിക്കു പറഞ്ഞാൽ ഗണേശ് പറഞ്ഞു ഒരു അഴിച്ചുപണി അനിവാര്യമാണെന്ന്. വിവരമില്ലാത്ത ഡ്രൈവിംഗ് സ്കൂളുകാർ വലിയ ഒരു പ്രശ്നമാണ്. നമ്മുടെ മക്കള്, എനിക്കുമുണ്ട് 18 വയസ്സുകാരൻ, അവൻ കാത്തിരിക്കുവാണ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി. 18 വയസ്സൊന്നാകണം, ലൈസൻസ് എടുക്കണം. പിന്നീട് ആരും ഒന്നും പറയത്തില്ലല്ലോ. ഇപ്പൊ നമ്മൾ വഴക്ക് പറയും. വണ്ടി എടുത്ത് പുറത്തു പോയാൽ ഇപ്പൊ നമ്മൾ വണ്ടി കൊടുക്കത്തില്ല, വഴക്ക് പറയും. നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടിരിക്കണേ? എനിക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടല്ലേ. എൻ്റെ കൂട്ടുകാരന് 16 വയസ്സേ ഉള്ളൂ. അവൻ്റെ വീട്ടുകാർ വണ്ടി കൊടുക്കാറുണ്ട്. അവൻ ടൗണിലൊക്കെ വണ്ടി ഓടിച്ചു പോകാറുണ്ട്. എന്താ വണ്ടി തന്നാലെന്ന് ചോദിക്കുന്നത്. 22 വയസ്സൊക്കെ ആക്കിയാൽ ഒരു പരിധി വരെയെങ്കിലും ഇതൊക്കെ ഒന്ന് തടയാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. എന്നാലും ഒരഴിച്ചുപണി അനിവാര്യമാണ്. ഒന്നാമത്തെ കാര്യം, സെറ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് നമുക്കിവരെ എച്ചെടുക്കാൻ തരുന്നത്. അപ്പോൾ അവരൊന്നും പറയില്ല. ആ വെള്ളം ഒഴിച്ചിരിക്കുന്ന ഭാഗമുണ്ട്, അവിടെ എത്തുമ്പോൾ ഇടത്തോട്ട് തിരിക്കുക. അത് കഴിയുമ്പോൾ അവിടെ ഒരു ഇല ഇട്ടിട്ടുണ്ട്, അവിടെ എത്തുമ്പോൾ വലത്തോട്ട് തിരിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഗിയർ പുറകോട്ട് വലിക്കുക. ശരി, റിവൈസ്. ഞാനും വെച്ചെടുത്തതാ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ റോഡിൽ വണ്ടി ഇറക്കണമെങ്കിൽ ശരിക്കും ഒന്നും കൂടെ പഠിക്കേണ്ടി വരും. എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കി തന്ന സാറ് പറഞ്ഞു, ഹർത്താലിൻ്റെ അന്നേ കൊച്ചേ നീ വണ്ടി എടുക്കാവൂ എന്ന് പറഞ്ഞു. ഒത്തിരി വർഷങ്ങളായി കേട്ടോ, 17 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ലൈസൻസ് എടുത്തത്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രൈവിംഗ് സ്കൂളർ അവർക്ക് എങ്ങനെയെങ്കിലും പൈസ വാങ്ങണം, 8 എടുത്ത് ഫിനിഷ് ചെയ്ത് കൈ കൊടുക്കണം.
അടുത്ത ആളിലേക്ക് പോകണം. ഇപ്പോഴാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിന് ഭയങ്കര നിയമങ്ങളും ഭയങ്കര പൈസയും. മുമ്പ് നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നതിന് മുമ്പായിട്ട് പൈസ കൊടുത്ത് തീർത്താൽ മതി. ഇപ്പം അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ പൈസ കിട്ടിയേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട്. ഈ രീതിയാണ് പോകുന്നത്. 5 മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളൊരു വേദനയാണ്. നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും, ഡ്രൈവറെ ശിക്ഷിച്ചാലും ആരുടെ ലൈസൻസ് റദ്ദ് ചെയ്താലും എന്ത് തന്നെ ആയാലും നഷ്ടം തന്നെയാണ്. നന്ദി.